നീച്ചാ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോരോ സ്വപ്നങ്ങൾ. അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു ഒരു സ്വപ്നം. എപ്പോഴോ ഞാനറിയാതെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നം. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. എന്നെയും ഉറങ്ങാൻ അനുവദിക്കാത്തതായിരുന്നു എൻ്റെ ഈ സ്വപ്നം. അതിൻ്റെ അവശേഷിപ്പുകളാണ് ഈ ചുമരിൽ മുഴുവൻ കാണുന്നത്. കഴിഞ്ഞ LP UP എക്സാം, അതിനുവേണ്ടി ഞാൻ ഒരു 1.5-2 വർഷത്തോളം കഷ്ടപ്പെട്ട് പ്രയത്നിച്ചു. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക. ബാക്കി എന്താണോ ദൈവം വെച്ചിരിക്കുന്നത് അതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ സിലബസാണ് അത് ആ ചുമരിൽ കാണുന്നത്. പിന്നെ എനിക്ക് മാപ്പൊക്കെ കുറച്ച് കണ്ടുപഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ കുറേ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. കുറേ സയൻസ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സയൻസിലെ ഇക്വേഷൻസൊക്കെ ഞാൻ ചുമരിൽ എഴുതും. ചെറിയ പേപ്പർ തുണ്ടുകളിലൊക്കെ എഴുതി ഒട്ടിക്കും. പിന്നെ അത് കൂടാതെ തൊഴിൽ വീതി ഞാൻ വരുത്തുന്നുണ്ടായിരുന്നു. അതിലെ നടുവിലെ പേജ് ഇതുപോലെ കുറച്ച് കളർഫുള്ളായിരിക്കും, അതെടുത്ത് ഒട്ടിച്ച് വെക്കും. റൂമിലും ഹാളിലും അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ ബാക്കി എനിക്ക് മക്കളാണല്ലോ, 3 പിള്ളേരാണല്ലോ. 3ാമത്തെ മോളെ കൺസീവ് ആയതും ഡെലിവറി കഴിഞ്ഞതും ഒക്കെ ഈ ഒരു ജേണിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു അലങ്കോലത്തിൻ്റെ ഇടയിലാണ് എൻ്റെ റൂമിൽ കോലമായത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി വെക്കലും മക്കളെ കൂട്ടലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1.5 മാസമൊക്കെ ആയി. പക്ഷേ ഞാനിപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അലങ്കോലമായിട്ടാണ് എൻ്റെ റൂം മുഴുവൻ, അലമാര മുഴുവൻ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. അങ്ങനെ അലമാരയിലെ തുണികൾ മുഴുവൻ പുറത്ത് വലിച്ചിട്ടിട്ട്, പഴയ ആങ്കറുകളാണിത്, മക്കളെടുത്ത് കളിച്ച് പൊട്ടിച്ചതാണ്. ഞാൻ അതിനെയൊക്കെ പോയി പെറുക്കിക്കൊണ്ട് വന്ന് പഴയ രൂപത്തിലാക്കി വെക്കാൻ നോക്കാൻ കേട്ടോ. മക്കളെ, ചെറിയ കുട്ടീനെ, അതായത് നമ്മുടെ ചെച്ചുവിനെ അംഗനവാടിയിൽ വിട്ട ശേഷമാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. ഏകദേശം ഒക്കെ ഒരുവിധം ഒന്ന് ഒതുക്കി കഴിയുമ്പോഴേക്കും സമയം 12:30 അവനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ടാകും. 1.5 മണിക്കൂർ എടുത്ത പണിയാണ്. അപ്പോൾ ഓരോ റാക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോന്നും വലിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഫുൾ ആങ്കറിൽ എൻ്റെ ചുരിദാറുകളാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് എടുത്തിടാലോ എന്ന് എഴുതിയിട്ട്. പിന്നെ തൊട്ടടുത്ത റാക്കുകളിൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സും താഴെ മോളുടെ കുറച്ച് ഓർണമെൻറ്റ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഷോക്സ്, ഷൂ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, ഹെയർ ബാൻഡൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും സുന്ദരിമണി എണിച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് കുറച്ച് ഫീഡ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ താഴത്തുള്ള റാക്കുകളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത്. ആ ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഷമ്മാസിൻ്റെ യൂണിഫോമാണ് കേട്ടോ. കാരണം എപ്പോഴും രാവിലെ എണിച്ച് കഴിഞ്ഞാൽ യൂണിഫോമിന് ഒരു തിരച്ചിലാണ്. അപ്പം ഞാൻ അത് സ്പെഷ്യലാക്കി വെച്ച് കൊടുത്തു. പിന്നെ മക്കൾക്ക് മെഡിസിൻസൊക്കെ, ടാബ്ലറ്റ്സൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചു. ഇതും എപ്പോഴും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാൽസ്യം അയൺ ടാബ്ലറ്റുകളാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസ് കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത്യാവശ്യം ചീർപ്പ്, അത്തർ, കൺമഷി പൗഡർ, അങ്ങനെയൊക്കെ. പിന്നെ അത് ആ കാണുന്ന ഗ്ലോബ് ഉണ്ടല്ലോ, അത് ഞാൻ പഠിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ മക്കളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂലല്ലോ, അവർ പൊതുവെ അതെടുത്ത് കളിച്ച് അത് അങ്ങനെ പൊട്ടിച്ചു. നമ്മൾ പിന്നെ നമ്മളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കും, അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് പൊട്ടിച്ചു. ഞാൻ ഒട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് വെച്ചു. പിന്നെ അത് നടന്നില്ല. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയപ്പോഴേക്കും അംഗനവാടിയിൽ വിളിക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ മോളെ എടുത്തു. റെയ്ഹാനത്തും ഞാനും എൻ്റെ അനിയത്തി ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. വീടിൻ്റെ കുറച്ചടുത്താണ് അംഗനവാടി. പോണ വഴിക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയില്ലേ, കുറേ സീസണബിൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പോകുമ്പോഴാണ് തോന്നിയത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ജെജുവിൻ്റെ ഫ്രണ്ടാണ്, അപ്പൂസ് എന്നാണ് പേരിട്ട. അപ്പോൾ അത് അവൻ്റെ ഉമ്മ അവനെയൊക്കെ പോയി വിളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ സ്കൂളിൽ പോണ സമയത്ത് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ പാരൻസ് വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ നമ്മളെ വിളിക്കും.
വിളിക്കാൻ വരുമല്ലോ എന്നുള്ള നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ, ആ ഒരു ഫീൽ എനിക്കുണ്ടായി. അതാണ് നമ്മളുടെ അംഗനവാടി. അംഗനവാടി എന്ന് പറഞ്ഞാൽ ശരിക്കല്ലേ നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറാണ്. കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് സ്യൂട്ടബിളായി നല്ല കാറ്റും വെയിലും വെളിച്ചവും ഒക്കെ ഉള്ള പാടവരമ്പത്താണ് നമ്മുടെ അംഗനവാടി ഉള്ളത് കേട്ടോ. ശരിക്കും നല്ല കാറ്റാണ് ഇവിടെ. നല്ല കാറ്റ്, തണുത്ത കാറ്റ്, നല്ല രസമുണ്ട് അവിടെ. ഒരു കൂൾ ആൻഡ് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ. ഞാനും കുഞ്ഞുനാളിൽ പഠിച്ച അംഗനവാടി തന്നെയാണ്. അപ്പോൾ അവരിതാ ഉറങ്ങി എണിച്ചിട്ട് നിൽക്കുകയാണ്. എല്ലാ കുട്ടികളും പോയി. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വിളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ കളിമുറ്റം. ടീച്ചേഴ്സ് നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ, പൂച്ചെടികളാണെങ്കിലും ഗാർഡനൊക്കെ നന്നായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ പതുക്കെ പൂക്കൾ പറിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വിട്ടതാ, പറിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരിക്കലും മക്കളെ അങ്ങനെ പൂക്കൾ വലിക്കാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അല്ലേ. ആ ഒരു ശീലമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമാണ് എനിക്ക്, വലിക്കരുത് എന്നുള്ളൊരിത്. അപ്പോൾ റിഹാനത്ത് മക്കൾക്ക് വഴിയിൽ കാണുന്ന പൂക്കളും ഒക്കെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അവരെ കൂട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവരെപ്പോഴും എടുക്കണം എന്ന് പറയാറുണ്ട് അംഗനവാടി ഇട്ട് വരുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല, നടക്കട്ടെ, അവർ ഒരു എക്സസൈസ് ആവുമല്ലോ രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് പോലെ. അംഗനവാടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് മാക്സിമം ഞാൻ കൊണ്ടുവരാറ്. അതിൻ്റെ ഇടയിൽ അവർ ഓടി ചാടി കളിച്ച്, അവർക്ക് ഞാൻ സ്പീഡിൽ കൊണ്ടുവരാനൊന്നും നോക്കാറില്ല കേട്ടോ. അവരെ ആസ്വദിക്കട്ടെ വഴികളിൽ കാണുന്ന പൂക്കളും ചെടികളും. ഇന്ന് കാലത്ത് നമുക്കതൊക്കെ വളരെ റയറാണ് അല്ലേ ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മൾ മാക്സിമം അവർക്ക് കിട്ടാവുന്ന അറ്റ്മോസ്ഫിയറുമായിട്ട് ഇടപഴകാൻ പറ്റുന്ന അത്രയും സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കുക. ചിലപ്പോൾ വലുതാകുമ്പോൾ അവർക്ക് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് കണ്ടില്ലേ, ഓടിക്കളിച്ച്, ബുക്കൊന്നുമില്ല, നല്ല രസമല്ലേ. അപ്പോൾ അവരിങ്ങനെ ഒരേ ഓട്ടമാണ്. ആദ്യം അമ്മോളോടും പിന്നെ ചേച്ചിയോടും, അങ്ങനെ ആരാദ്യം ഫസ്റ്റ്. പിന്നെ വഴിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറച്ച് നോക്കി നിൽക്കും. അപ്പോൾ ഇന്ന് ഓടിയിട്ട് നമ്മുടെ ജെച്ചിട്ടയാണ് ഫസ്റ്റ് വീടെത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.